ഹലോ ടിയേഴ്സ്. വേണു കുന്നപ്പള്ളി പ്രൊഡ്യൂസ് ചെയ്ത് ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിന്റെ കഥാ തിരക്കഥ ഏരിയയെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് ജോൺ മാന്ത്രിക്കൽ ആൻഡ് രാമു സുനിൽ. ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് നമ്മളുടെ സ്വന്തം ആസിഫ് അലി, അനശ്വര രാജൻ, സെറിൻ ഷിഹാബ്, പിന്നെ ഒരു വലിയൊരു കാസ്റ്റ് തന്നെയുണ്ട്. അങ്ങനെ ആസിഫ് അലി വീണ്ടും ഒരു പോലീസ് ഓഫീസറായിട്ട് എത്തുന്നു. ഇത്തവണ വീണ്ടും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് പറയാം ഒരു പരിധി വരെ. അപ്പം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഈ കൈൻഡ് ഓഫ് ഒരു ജോണറിലേക്ക് നമ്മൾ പൊതുവെ വരുമ്പോൾ പല സിനിമകളിലും റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്ന നമ്മളുടെ നായക കഥാപാത്രത്തിന് എപ്പോഴും ഒരു ട്രാജിക് പാസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്ന് മേ ബി ഒരു സസ്പെൻഷനിൽ നിന്നൊക്കെ പുതിയതായിട്ട് വീണ്ടും ജോലിയിലേക്ക് കടക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു സന്ദർഭമൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു ഓഫീസർക്ക് കൊടുക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട്. മേ ബി ഒരു ഇൻസ്റ്റന്റ് കണക്ട് കിട്ടാനോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്ക് ആയിരിക്കാം ഇത്. കാരണം പല സിനിമകളിലും ഈ തരത്തിലുള്ള ഒരു സംഭവം കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇവിടെയും റിപ്പീറ്റഡ് ആണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്ലസ് എന്ന് പറയുന്നത് ഈ മിക്ക സിനിമകളും പ്രോഗ്രസ് ചെയ്യുന്നതോടുകൂടി ഇങ്ങനെയുള്ള ഒരു പ്രശ്നമോ ഒരു ട്രാജിക് പാസിൻ്റെ ഒക്കെ ഒരു റെലവൻസ് ഇല്ലാതെ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ സിനിമയ്ക്ക് ത്രൂ ഔട്ട് ഈ കേന്ദ്ര കഥാപാത്രത്തിൻ്റെയും കൂടെ ഒരു ആവശ്യമാണ് ഈ കേസ് തെളിയിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് ഈ സിനിമയ്ക്കുണ്ട്. വിക്ടിം, ഇതിൻ്റെ കൾപ്രിറ്റ്, ഇതെല്ലാം തന്നെ ആദ്യത്തെ ഒരു 10-30 മിനിറ്റിനുള്ളിൽ തന്നെ റിവീൽ ആവുന്നതാണ്. പിന്നീട് ഈ ഒരു വിക്ടിമിനെ പറ്റിയിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളാണ്, പിന്നെ ഇതിൻ്റെ ഒരു കണക്ഷൻ, ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഉള്ളതാണ് സിനിമ കൂടുതലും അന്വേഷിക്കുന്നത്. സിനിമയുടെ ഒരു ആദ്യ പകുതി എന്ന് പറയുന്നത് ഇപ്പം മലയാള സിനിമയിൽ ആൾക്കാർ കൂടുതലും ഇടവേള എന്ന് എഴുതി കാണിക്കുന്നതിന് അപ്പുറം ടൈറ്റിൽ പൊസിഷൻ ചെയ്യുന്നതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് 1985 നടന്ന കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു കഥാപശ്ചാത്തലം, ആ ഒരു കഥാപരിസരം, ഒരു ഷൂട്ടിംഗ് സെറ്റ്, മമ്മൂട്ടി എന്ന് പറയുന്ന മെഗാസ്റ്റാറിൻ്റെ, ജോൺ പോൾ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ, ഭരതൻ എന്ന് പറയുന്ന ലെജൻഡ് സംവിധായകന്റെ ചിത്രം, അന്നത്തെ ആ ഒരു പരിസരങ്ങൾ, അതിൻ്റെ സിനിമ ഷൂട്ടിംഗ് രീതികൾ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഇതെല്ലാം ഇതിനകത്തിൽ വരുന്നുണ്ട്. ഒരു പക്ഷേ ഒരു സിനിഫൈൽ അല്ലെങ്കിൽ ഈ പറയുന്ന 80കൾ തൊട്ടുള്ള സിനിമകളൊക്കെ തന്നെ ഫോളോ ചെയ്തിരിക്കുന്ന ഒരാൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് മേ ബി. കാരണം നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ എളുപ്പത്തിൽ വളരെ സീംലെസ് ആയിട്ട് ഈ സിനിമ പുൾ ഓഫ് ചെയ്യുന്നത്, അത് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. അത് കാരണം അങ്ങനെ മലയാള സിനിമയെ ഫോളോ ചെയ്തിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ മലയാള സിനിമയുടെ കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ട് കൂടുതൽ അറിയാവുന്നവർക്ക്, ആ കാലത്ത് സിനിമാ വാരികകൾ വായിച്ചവർക്ക് ഒക്കെ ഈ സിനിമ മറ്റൊരു തലത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആസിഫ് അലി, പിന്നെ ഇതിനകത്ത് ശ്രീകാന്ത് മുരളി, വിജയ് മേനൻ, മനോജ് കെ ജയൻ, ഇവരെല്ലാം തന്നെ ഇതിനകത്തിലേക്ക് വരുന്നുണ്ട്. ഇതിനകത്തിൽ ആകെ ഒരു ഇത് തോന്നിയത് മനോജ് കെ ജയന് ഒരു കുറച്ചുകൂടി യൂസ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും മനോജ് കെ ജയൻ്റെ ക്യാരക്ടറിൽ നിന്ന് ഉണ്ടായില്ല. വിജയ് മേനൻ നമ്മളുടെ സിനിമകളിലൊക്കെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അതായത് അഭിനയിച്ചതിനെക്കാട്ടിൽ കൂടുതൽ വലിയ വലിയ കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്ത് വിജയ് മേനൻ ഇതിനകത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് നാളിന് ശേഷമാണ് അദ്ദേഹത്തെ ഒരു സിനിമയിൽ ഇത്ര റെലവൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിൽ കാണുന്നതെന്ന് തോന്നുന്നു. സിനിമയിൽ എടുത്തു പറയുന്ന 2 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ദ്രൻസിൻ്റെയും സായികുമാറിൻ്റെയും ക്യാരക്ടേഴ്സാണ്. 2 ചെറിയ ക്യാരക്ടേഴ്സാണ്. 2 പേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ട് പോയി. സിദ്ദിഖ് ഉൾപ്പെടെ വളരെ ചെറിയ ഷോർട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവരുടെ ക്യാരക്ടേഴ്സൊക്കെ വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് ചെയ്തിട്ട് പോയി. പിന്നെ ഇന്ദ്രൻസിൻ്റെ ആ ഒരു 1985 കാലഘട്ടത്തിൽ ഇന്ദ്രൻസ് രേഖ എന്ന് പറയുന്ന കഥാപാത്രത്തോട് പറയുന്ന ഒരു നല്ല ഒരു സീരിയസ് ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗൊക്കെ ഒരുപക്ഷെ ഇന്ദ്രൻസ് എന്ന് പറയുന്ന നടന് തന്നെ ഒരു കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ ആൾക്കാർ പറയുന്ന പോലത്തെ ഒരു സംഭവമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ നോക്കി കാണാമെന്ന് തോന്നുന്നു. പിന്നീട് ഇതിനകത്തിലെ ശ്രീകാന്ത് മുരളി വളരെ ജെനുവിനായിട്ടും വളരെ കാഷ്വലായിട്ടും പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. പിന്നെ സെറിൻ ഷിഹാബ് പറയാതിരിക്കാൻ വരെ ഗംഭീരമായിട്ട് അവരുടെ ആ ഒരു പോർഷൻ അവർ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നീടും ഇതിനകത്തിൽ കുറേ ആക്ടേഴ്സ് ഇതേപോലെ വരുന്നുണ്ട്. നമ്മളുടെ നിഷാന്ത് സാഗർ വരുന്നുണ്ട്. കൺവിൻസിങ് ആയിട്ടുള്ള റോളായിരുന്നു പുള്ളിയുടേതും. പിന്നെ ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ അനശ്വര രാജൻ ആൻഡ് ആസിഫ് അലിയിലേക്ക് വരുമ്പോൾ, ആസിഫ് അലി എഗെയിൻ ഒരു പോലീസ് ഓഫീസറായിട്ട് വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു റിപ്പീറ്റഡ് ആയിട്ട് തോന്നേണ്ടിയിരുന്നതാണ്. പക്ഷേ ആസിഫ് അലി ആസ് ആൻ ആക്ടർ പുള്ളി ഓരോ സിനിമ കഴിയുമ്പോഴും മേലെ മേലെ പുള്ളിയുടെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അനശ്വര രാജൻ നേര് എന്ന് പറയുന്ന ഒരൊറ്റ സിനിമയിൽ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കൺവിൻസ്ഡ് ആയതാണ്. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രതിഭാസത്തിൻ്റെ മുന്നിൽ നിന്ന്
വളരെ ഈസി ആയിട്ട് അത്രയും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ഒരാളാണ് അനശ്വര രാജൻ. അനശ്വര ഈ സിനിമയിലും ആ ഒരു സെൻട്രൽ ക്യാരക്ടർ, ഈ പറയുന്ന ടൈറ്റിൽ റോൾ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ സൂപ്പർബായിട്ട് ക്യാരക്ടർ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ രേഖ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ പലപ്പോഴും പല സിനിമകളിലും ഈ പറയുന്ന ക്രൈം, മർഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഇതുപോലെയുള്ള സിനിമകളിൽ വരുമ്പോൾ പലപ്പോഴും വിക്ടിം എന്ന് പറയുന്നത് ഈ വിക്ടിമിൻ്റെ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ അതൊക്കെ സിനിമ ഭയങ്കരമായിട്ട് കാണിക്കുമെങ്കിലും നമ്മൾ കാണുന്നവർക്ക് എത്രത്തോളം ആ ഒരു ക്യാരക്ടറിനോട് ഒരു എമ്പതി ഉണ്ടാകുന്നു എന്നുള്ളത് സംശയമാണ്. ഏറെക്കുറെ ആ ഒരു ഫീൽ നമ്മളിലേക്കും പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. AI എൻഹാൻസ്ഡ് അല്ലെങ്കിൽ AI ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ എന്ത് മോർഫിംഗ് ടെക്നോളജി ആണെന്ന് ഉള്ളത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ഒരു മമ്മൂട്ടിയാണ് ഇതിൽ വരുന്നത്. അത് ഒരു പക്ഷേ ഒട്ടും വൃത്തികേടില്ലാത്ത രീതിയിൽ വളരെ ഗംഭീരമായിട്ട് വളരെ മിനിമലായിട്ടുള്ള രീതിയിൽ അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിപരമായിട്ട് വളരെ ക്ലവറായിട്ട് അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ, ഈ പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുമ്പോഴും നടന്ന സംഭവങ്ങളെ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളെ കൃത്യമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് വളരെ വിശ്വസനീയമായ രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി. അത് ആ ഒരു ജോണർ അങ്ങനെ തന്നെ ആയിരിക്കണം. എങ്കിലും ഈ പറയുന്ന സഫാരി ചാനലിൽ വരുന്ന ജോൺ പോളും പിന്നെ ജഗദീഷ് പിന്നെ കമൽ ഡയറക്ടർ, ഇവരൊക്കെ തന്നെ വരുന്നതും ഇവരെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നതും കഥ പറഞ്ഞു പോകുന്നതൊക്കെ വളരെ ക്ലവറായിട്ടാണ് തോന്നിയത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സിനിമയിൽ അവിടങ്ങളിൽ പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഹാഫ് ഏരിയയിലൊക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു എഴച്ചിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ അതിനൊരു അപകടം കൂട്ടുന്ന രീതിയിൽ ഒരു സോങ്ങും കൂടി വന്നപ്പോഴത്തേക്ക് ഇത് കുറച്ച് കൈവിട്ട് പോകുമോ എന്നൊക്കെ തോന്നിയിടത്ത് നിന്ന് വീണ്ടും നമുക്ക് ഒരു ഹൈ തരാനായിട്ട് സിനിമയ്ക്ക് വീണ്ടും കഴിയുന്നുണ്ട്. ഈ സിനിമയിലെ ഏറ്റവും അവസാനത്തെ ഡയലോഗ് തന്നെ ഈ സിനിമയിലെ ഏറ്റവും നല്ല മൊമെന്റുകളിൽ ഒന്നായിരുന്നു. പിന്നെ ഈ സിനിമയുടെ മേക്കേഴ്സ് അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ്റെ ഒരു വലിയൊരു ലെജൻഡിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസസ് ഇവർ കൈകാര്യം ചെയ്ത ഒരു രീതിയുണ്ട്. സിനിമയ്ക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ അവർ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. അത് ഓവറായിട്ട് ഇങ്ങനെ കോരി ഒഴിച്ച് നശിപ്പിക്കാനൊന്നും അവർ നോക്കുന്നില്ല. പിന്നെ എല്ലാത്തിലും ഉപരി ഈ സിനിമ തീർന്നതിന് ശേഷം നന്ദി മമ്മൂക്ക എന്ന് എന്തുകൊണ്ട് എഴുതി കാണിക്കുന്നു എന്ന് സിനിമ കാണുന്ന ഓരോ മനുഷ്യനും മനസ്സിലാവും. കാരണം ഒരു പക്ഷേ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഇതിൻ്റെ കഥയെല്ലാം കേട്ടിരിക്കണം. കാരണം അദ്ദേഹം അറിയേണ്ട കാര്യങ്ങൾ ഒരുപാട് ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ കേട്ടിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുവാദമില്ലാതെ ഇതുപോലൊരു സിനിമ ഇവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ അവസാനം ആ നന്ദി മമ്മൂക്ക എന്ന് എഴുതി കാണിക്കുമ്പോൾ നമ്മൾ പോലും കൺവിൻസ്ഡ് ആയി പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്തിൽ അവർ ഒരു നല്ല ഒരു സമർപ്പണം, അതായത് മലയാളത്തിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിലെ ശില്പികൾക്ക് സമർപ്പണം എന്ന് പറഞ്ഞിട്ട് ഭരതൻ, ജോൺ പോൾ, നെടുമുടി വേണു എന്നിവരെയൊക്കെ അതിനകത്തിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നല്ല ഒരു ഫീല് സിനിമ കണ്ടിറങ്ങുമ്പോൾ പോലും നമുക്ക് നൽകുന്നതായിട്ട് തോന്നി. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട്, ആ സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സ് എല്ലാം തന്നെ അതിനകത്തിൽ വരുന്നതൊക്കെ തന്നെ ഒരു പ്രത്യേക അനുഭവമായിട്ട് ഒരു സിനിഫൈലായിട്ടുള്ള ഒരു മനുഷ്യന്, ഒരാൾക്ക് എന്തായാലും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ആ കാഴ്ചകളൊക്കെ തന്നെ. സിനിമ ഈ പറയുന്ന ഒരു ആ ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും ഒട്ടും താഴെയല്ലാതെ വളരെ മികച്ച രീതിയിലുള്ള മേക്കിംഗ്, മികച്ച രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ഒരു ചിത്രം തന്നെയാണ്. അത് തിയേറ്ററിൽ പോയി തന്നെ എൻജോയ് ചെയ്യേണ്ട ഒരു ചിത്രമാണ്. എസ്പെഷ്യലി 80s സിനിമകൾ ഫോളോ ചെയ്തിട്ടുള്ള ഈ പറയുന്ന കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ട അനുഭവങ്ങൾ ഉള്ളിലുള്ളവർ, സിനിമ വാരിക, നാനാ സിനിമ വാരികയൊക്കെ വായിച്ച് അനുഭവം ഉള്ളിലുള്ളവരൊക്കെ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു പക്ഷേ ഇതൊരു വേറിട്ട അനുഭവമായിരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്.